കോൺഗ്രസ് വിമതൻ കൊയ്യം ജനാർദ്ദനന് മാധ്യമങ്ങളെ കാണുന്നു. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട്, നോമിനേഷൻ കൊടുത്തതിലുണ്ട്, ഇപ്പൊ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട്. ഇല്ല, ഒരു കോൺഗ്രസ്സുകാരനെ ഉള്ളത് കൊയ്യം ജനാർദ്ദനാണ്. 53 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ ഞാൻ പണിയെടുത്തവരാണ്. ഇവിടെ തളിപ്പറമ്പ് കോൺഗ്രസ് മന്ദിരത്തിൽ ഞാൻ രാത്രിയൊക്കെ പാർട്ടി പരിപാടിയും കഴിഞ്ഞ് ആ പഴയ ഓഫീസിലുള്ള നീണ്ട ബെഞ്ചിൽ കിടന്നുറങ്ങി കൊതുകടി ഏറ്റ് കിടന്നുറങ്ങിയ ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ആ അനുഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരുപാട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവിടെയുണ്ട്. അവരെയൊക്കെ ഉള്ള സമയത്താണ് ഇതുപോലൊരു വൃത്തികെട്ടൊരു തീരുമാനം ഒരു രാഷ്ട്രീയക്കാരും എടുക്കാൻ ഇനി പാടില്ലാത്തൊരു തീരുമാനം. അതിന് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ബലിയാടാക്കേണ്ടി വന്നാലും ഇനി ഇതുപോലൊരു തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കരുത്. സ്വന്തം പാർട്ടിയിൽ വർക്ക് ചെയ്ത ആളുകളെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടി ഉണ്ടാകും. ഒരു സുപ്രഭാതത്തിൽ അവിടെ ഒരുപക്ഷെ സുഖം കിട്ടുന്നില്ല എന്ന് കണ്ടതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സീറ്റ് കിട്ടുന്നില്ല എന്ന് കണ്ടതിൻ്റെ പേരിൽ മറ്റൊരു പാർട്ടിയിലേക്ക് ചാടി വന്ന് അവിടുന്ന് സീറ്റ് കിട്ടി അവിടെ വളരെക്കാലം വർക്ക് ചെയ്ത ആളുകളെ പിന്തള്ളിക്കൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇനി മേലാൽ എടുക്കരുത്. അതിനുവേണ്ടിയാണ് എൻ്റെ ഒരു പോരാട്ടം. ഒരുപക്ഷെ ഞാൻ ഒറ്റക്കാണെങ്കിൽ പോലും എന്നോട് ഒരുപാട് ആളുകൾ 3 മണി നോമിനേഷൻ പിൻവലിക്കേണ്ട സമയം കഴിഞ്ഞതിന് ശേഷം 3:01 മുതൽ ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങി. നിങ്ങളെടുത്തൊരു തീരുമാനം ഒരു കോൺഗ്രസ്സുകാരൻ അങ്ങനെ ഒരു ചെങ്കുറ്റം കാണിക്കില്ല എന്ന് പറഞ്ഞു എന്നോട് ആവശ്യപ്പെട്ട ആളുകൾ, എന്നെ വിളിച്ച ആളുകൾ. കാരണം എല്ലാവർക്കും ഓരോ പോസ്റ്റ് നിലവിലുള്ള ഭാരവാഹിത്വം പോസ്റ്റുകൾ നഷ്ടപ്പെടാൻ പഠിക്കുക. ഞാൻ KPC മെമ്പറാണ്. 53 വർഷം ഞാൻ ഈ പാർട്ടിയിൽ വർക്ക് ചെയ്ത് എനിക്ക് കിട്ടിയത് KPC മെമ്പർ. ആ KPC മെമ്പർ സ്ഥാനം പോയാലും ശരിയായിരിക്കും. പക്ഷെ ഞാൻ എടുത്തൊരു നിലപാട് ഈ ജനങ്ങളോട്, ഈ നാട്ടിലെ വോട്ടർമാരോട്, ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ ഇതിനെതിരെ നോമിനേഷൻ കൊടുക്കും. ആ നോമിനേഷനുമായി ഞാൻ മുന്നോട്ട് പോകുന്ന ജനങ്ങളോട് പറഞ്ഞൊരു വാക്ക്, ആ വാക്ക് ഞാൻ പാലിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് മനസ്സിന് സന്തോഷമുണ്ട്. ഇന്നലെ രാത്രി എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു വാർത്ത നിങ്ങളൊക്കെ പുറത്തു വിട്ടു. എനിക്ക് സന്തോഷമാണ്. കാരണം എൻ്റെ മേലെ ഇനി നിയന്ത്രിക്കാൻ ആളുകളില്ലല്ലോ, ഞാൻ സ്വതന്ത്രനാണ്. എൻ്റെ മേലെ ആളുകളുണ്ട്. ഈ തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ, ഈ തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ എൻ്റെ മേലെയാണ്. അവരെ താഴെയാണ്. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ജയിച്ച് ഞാനൊരു MLA ആയാലും ഞാൻ ഈ ജനങ്ങളുടെ, ഞാൻ ഈ വോട്ടർമാരുടെ താഴെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു ജനപ്രതിനിധിയായി 2 പ്രാവശ്യം പഞ്ചായത്ത്, 1 പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ സമയത്തും ഞാൻ എപ്പോഴും ജനങ്ങളുടെ താഴെ നിൽക്കാനേ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ മേലെ ജനങ്ങളാണ്, ജനാധിപത്യ വിശ്വാസികളാണ്. എന്നെ നിയന്ത്രിക്കുന്നത് ജനങ്ങളാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കും. അവർ പറയുന്ന കാര്യങ്ങളെ ഞാൻ കേൾക്കും. ഇനി ഞാൻ അവർ പറയുന്നതേ കേൾക്കും. എൻ്റെ മേലെ നിയന്ത്രിക്കാൻ ആളുകളില്ല. എൻ്റെ മേലെയുള്ള ദൈവവും അതുപോലത്തെ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ വോട്ടർമാരും എന്നോടൊപ്പം നിൽക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ പറയുന്നത്, ഇവിടെയുള്ള കുറച്ച് നേതാക്കന്മാരൊക്കെ പറയുന്നത് കൊയ്യം ജനാർദ്ദൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ കൊയ്യം ജനാർദ്ദൻ്റെ കൂടെ നിന്നിട്ട് എന്താണ് കാര്യം? ശരിയാണ്, എൻ്റെ കയ്യിൽ കാശില്ല. എൻ്റെ കയ്യിൽ നിങ്ങളൊരു പക്ഷേ എൻ്റെ നോമിനേഷൻ പേപ്പർ പരിശോധിച്ചാൽ കാണാൻ കഴിയും, എൻ്റെ അക്കൗണ്ടിൽ ഒരു 304 രൂപയായി. എനിക്ക് നോമിനേഷൻ കൊടുക്കാൻ കാശുണ്ടായിട്ടില്ല. എൻ്റെ മകള് അയച്ചു തന്ന പൈസ കൊടുത്താണ് ഞാൻ നോമിനേഷൻ കൊടുത്തത്. 53 കൊല്ലം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. 1 ഉറുപ്പ്യ പോലും എൻ്റെ അക്കൗണ്ടിലില്ല. കാശുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച നേതാക്കന്മാർ ആണ് ഇപ്പോൾ എന്നോട് പറയുന്നത് എൻ്റെ അടുക്ക കാശില്ല, എൻ്റെ അടുക്ക കാശില്ല. ശരിയാണ്, എന്നെ സഹായിക്കാൻ ജനങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് രാവിലെ മുതൽ എന്നെ വിളിയായി എൻ്റെ വണ്ടിയുടെ വാടക കൊടുക്കാൻ, എൻ്റെ ഓരോ പഞ്ചായത്തിലേക്ക് പോകുന്ന വാഹനത്തിൻ്റെ ചെലവ് ചെയ്യാൻ സ്പോൺസർമാർ, അവരെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരികയാണ്. നിങ്ങൾ ഒരു തരത്തിനും പിന്മാറരുത്. പണമില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. മുന്നോട്ട് പോകണം. ശ്രമിക്കണം. എനിക്ക് വാക്കാൻ കിട്ടുന്നില്ല. ഈ നെറികെട്ട രാഷ്ട്രീയം, ഇത്രയും വൃത്തികെട്ട ഒരു സമീപനം സ്വീകരിക്കുന്ന നേതൃത്വം
എൻ്റെ പാർട്ടി പരിശുദ്ധമാണ്. എൻ്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടി പരിശുദ്ധമാണ്. അവരെ തകർക്കുന്ന, അതിനെ തകർക്കുന്ന ഒരു പറ്റം ആളുകൾ, ഒരു പറ്റം നേതാക്കന്മാർ, അവർക്ക് കൊടുക്കേണ്ട ഒരു സന്ദേശമാണ് ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം. അതുമായി ഞാൻ മുന്നോട്ട് പോകും. എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ചെറുപ്പക്കാർ ഒരുപാട് എന്നെ വിളിക്കുന്നുണ്ട്, ഒരുപാട് വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ ഉണരും, നിങ്ങൾ എഴുന്നേക്കും. ഇതുപോലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്ക് തളിപ്പറമ്പിലെ കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൊയ്യം ജനാർദ്ദനാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. വൈകാരികമായ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.